എന്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിമ പിന്നെ ഖദീജ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ എനിക്ക് വല്ലാത്തൊരു ആഗ്രഹമുണ്ട്, അത് നിങ്ങൾ സാധിപ്പിച്ചു തരണം. നബി തങ്ങളെ ഒരു എന്താ ഖദീജ നിനക്കുള്ള ആഗ്രഹം? അത് മറ്റൊന്നുമല്ല നബിയേ, ഇനി ജിബ്രീൽ വരുമ്പോൾ പിന്നിൽ നിന്ന് മണ്ണിലേക്ക് കടന്നു വരുന്ന അങ്ങയുടെ സമാധാനത്തിന്റെ മാടപ്രാവ് മലക്ക് ജിബ്രീൽ കടന്നു വരുമ്പോ ഈ പാവം ഖദീജയ്ക്കൊന്ന് കാട്ടിത്തരുവോ നബിയേ? അല്ലാഹുവിന്റെ റസൂലിനൊന്ന് ചോദിക്കുകയാണ്, ഭർത്താവിനോട് ആവശ്യപ്പെടുകയാ, അല്ലാഹുവിന്റെ നബിയേ ഇനി ജിബ്രീൽ വരുമ്പോൾ എനിക്കൊന്ന് കാണിച്ചു തരുമോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖദീജ ജിബ്രീൽ വരട്ടെ, ജിബ്രീൽ വരട്ടെ, ഞാൻ നിനക്ക് കാണിച്ചു തരാൻ, കാണുമെങ്കിൽ കണ്ടുകൊള്ളുക. ഒരു ദിവസം അതാ കടന്നു വരികയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് കടന്നു വരുന്നു. ആരാ? നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരുമ്പോൾ റസൂലുള്ളാഹി ഖദീജയോട് പറയുകയാണ്, ഖദീജ ഇതാ ജിബ്രീൽ വന്നു മോളെ. ഖദീജ കണ്ടോ? റസൂലുള്ളാഹി ഒരു ഭാഗത്തിരിക്കുന്നു, അതിന്റെ വലതുഭാഗത്ത് ഖദീജ ബീവി ഇരിക്കുകയാണ്. ശ്രദ്ധയോടെ കേൾക്കണേ എന്റെ പെങ്ങന്മാരെ, വലതുഭാഗത്ത് ഖദീജ ബീവി ഇരിക്കുന്നു, ഇടതുഭാഗത്ത് അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുന്നു. ജിബ്രീൽ കടന്നു വന്ന് റസൂലുള്ളാഹി കാണുന്നു, റസൂലുള്ളാഹി കാണുന്നു, പക്ഷേ ഖദീജയ്ക്ക് കാണാൻ കഴിയുന്നില്ല. ഖദീജ റളിയല്ലാഹു തആല ചോദിക്കുന്നു, നബിയേ നിങ്ങൾ ജിബ്രീലിനെ കാണുന്നുണ്ടോ? അതേ ഖദീജ, ഞാനിതാ ജിബ്രീലിനെ കണ്ടുകൊണ്ടിരിക്കുകയാ. നീയോ? ഇല്ല നബിയേ, കാണാൻ കഴിയുന്നില്ല, എനിക്ക് ജിബ്രീലിനെ കാണാൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ കാണുന്നു എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ഖദീജ ബീവി ബുദ്ധിമതിയാണ്, കുലീനയാണ്. ഖദീജ റളിയല്ലാഹു തആല പറഞ്ഞു, നബിയേ ഇനി നിങ്ങൾ ഇരിക്കുന്ന ഭാഗത്തിരുന്നാൽ മാത്രമാണ് ജിബ്രീലിനെ കാണുന്നതെങ്കിലോ, അതുകൊണ്ട് ഖും യാ റസൂലല്ലാഹ് ഇജ്ലിസ് അലാ യമീനി. ഖദീജ റളിയല്ലാഹു തആല നബി തങ്ങളുടെ വലതുഭാഗത്ത് നിന്ന് എഴുന്നേറ്റു. ഖദീജ ഇരുന്ന ഭാഗത്ത് റസൂലുള്ളാഹിയെ പിടിച്ചിരുത്തി. എന്നിട്ട് നബി തങ്ങൾ ഇരുന്ന ഭാഗത്ത് ഖദീജ ഇരുന്നു. അപ്പോൾ റസൂലുള്ളാഹി വലതുഭാഗത്തായി, ഖദീജ ഇടതുഭാഗത്തായി. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീലിനെ കാണുന്നു, പക്ഷേ ഖദീജയ്ക്കുണ്ടോ? കാണാൻ കഴിയുന്നില്ല. ഖദീജ ചോദിക്കുന്നു, നബിയേ നിങ്ങൾ കാണുന്നുണ്ടോ? ഉണ്ട് ഖദീജ, കാണുന്നുണ്ട് ഖദീജ. അല്ലാഹുവിന്റെ നബിയേ ഞാൻ കാണുന്നില്ല. ഖദീജയ്ക്ക് പെട്ടെന്ന് ഹിക്മത്ത് തോന്നി, ഒരു തന്ത്രം തോന്നി. ഖദീജ റളിയല്ലാഹു അൻഹ നബിയോട് പറഞ്ഞു, നബിയേ ഇനി നിങ്ങൾ എവിടെ ഇരുന്നാലും അതേ ഭാഗത്ത് മാത്രമേ ജിബ്രീൽ വരോളെങ്കിലോ, അതുകൊണ്ട് ഖും യാ റസൂലല്ലാഹ് ഇജ്ലിസ് അലാ ഹിജ്രി. ഹബീബായ നബി തങ്ങളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്നിട്ട് ഖദീജ ബീവിയുടെ മടിത്തട്ടിൽ പിടിച്ചിരുത്തി. ഖദീജയുടെ മടിയിൽ പിടിച്ച് റസൂലുള്ളാഹി ഇരുത്തുമ്പോ റസൂലുള്ളാഹി കാണുന്നു, പക്ഷേ ഖദീജയ്ക്ക് കാണാൻ കഴിയുന്നില്ല. ജിബ്രീലിനെ ഖദീജയ്ക്ക് കാണാൻ കഴിയുന്നില്ല. ആ സന്ദർഭത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാ, ഇപ്പോൾ കാണുന്നുണ്ടോ നബിയേ? അതേ കാണുന്നു ഖദീജ. നിനക്കോ? ഇല്ല യാ റസൂലല്ലാഹ്, എനിക്ക് കാണാൻ കഴിയുന്നില്ല. കുറെ നേരം നിശബ്ദയായിരുന്ന ഖദീജ റളിയല്ലാഹു തആല അൻഹ, കുറച്ചു നേരം മിണ്ടാതിരുന്ന ബുദ്ധിമതിയായ ഖദീജ റളിയല്ലാഹു അൻഹ കുറച്ചു നേരം കഴിഞ്ഞിട്ട് പെട്ടെന്ന് നബി തങ്ങളോട് ചോദിക്കുകയാ, നബിയേ ഇപ്പോഴൊന്ന് നോക്ക് ജിബ്രീൽ കാണുന്നുണ്ടോ? ഇപ്പോഴൊന്ന് നോക്ക് ജിബ്രീൽ കാണുന്നുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ ഇല്ല ഇല്ല, ജിബ്രീൽ എന്ന മാലാഖ മറഞ്ഞു പോയിരിക്കുകയാ. ജിബ്രീൽ എന്ന മാലാഖ മറഞ്ഞു പോയിരിക്കുകയാണ്, കാണുന്നില്ല. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി പറയുന്നു, ഖദീജ കാണാൻ കഴിയുന്നില്ല മോളെ, ഖദീജ കാണാൻ കഴിയുന്നില്ല. ആ സന്ദർഭത്തിൽ ഖദീജ റളിയല്ലാഹു തആല അൻഹ ചാടി എഴുന്നേറ്റ് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, അറിയോ എന്റെ സഹോദരിമാരെ, കോളേജിൽ പോകുമ്പോഴും കല്യാണത്തിന് പോകുമ്പോഴും ഓഡിറ്റോറിയത്തിൽ പോകുമ്പോഴും മറ്റ് ഏത് ആർഭാടങ്ങൾക്ക് പോകുമ്പോഴും മരണ വീട്ടിൽ പോകുമ്പോഴും ഉസ്താദുമാരെ കാണുമ്പോൾ മാത്രം തലമറയ്ക്കുന്ന, അതുപോലെ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ മാത്രം തലമറയ്ക്കുന്ന എന്റെ സഹോദരിമാരെ കേട്ടുകൊള്ളട്ടെ. അല്ലാഹുവിന്റെ റസൂലിനോട് ഖദീജ ബീവി പറഞ്ഞത്, നബിയേ എന്തുകൊണ്ട്
എന്തുകൊണ്ടാണ് എനിക്ക് കാണാൻ കഴിയാത്തതെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്റെ അടുത്തിരിക്കുന്ന അങ്ങക്ക് കാണാൻ കഴിഞ്ഞു ജിബ്രീലിനെ. എന്തുകൊണ്ടാ? ഞാൻ പരിപൂർണമായി ഔറത്ത് മറച്ചവളായിരുന്നു. പരിപൂർണമായി ഞാൻ ഔറത്ത് മറച്ചവളായിരുന്നു നബിയേ. നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ജിബ്രീല് മാഞ്ഞു പോകരെപ്പോഴെന്നറിയോ? ഞാൻ പെട്ടെന്ന് നീ വന്നത് മലക്കാണോ അതല്ല പിശാചാണോ എന്ന് വിലയിരുത്താൻ ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ തലയിൽ കിടന്ന തട്ടം മാറ്റി നബിയേ. എന്നിട്ട് 2-3 മുടി ഞാനങ്ങ് പുറത്തിട്ടു. അപ്പോഴാ ജിബ്രീല് മാഞ്ഞു പോയത്. അപ്പോഴാ ജിബ്രീല് നിങ്ങളിൽ നിന്ന് മാഞ്ഞു പോയത് നബിയേ. അതുവരെയും ജിബ്രീൽ അങ്ങയോടൊപ്പം ഉണ്ടാകിരുന്നു. പക്ഷേ എന്റെ തലമുടി ഒന്ന് പുറത്തായപ്പോ ജിബ്രീൽ മാഞ്ഞു പോയതാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖദീജ ശരിയാണ്, പിശാചിന് പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുന്നത് ഇഷ്ടമാണ്, പിശാചിന് പെണ്ണുങ്ങളുടെ തലമുടി കാണുന്നത് ഇഷ്ടമാണ്. പക്ഷേ മലക്കുകൾക്ക് ലജ്ജയാണ്. മാലാഖമാരൊരു പെണ്ണിന്റെ തലമുടി എങ്ങാനും കണ്ടുപോയാ ആ മലക്കുകളെ ലജ്ജിച്ചു മാറിപ്പോകും. ഖദീജ ഇത്രയും കേട്ടിട്ട് എന്റെ സഹോദരിമാരെ, തലമറക്കാരെ തലമറന്നിട്ട് നടന്ന അള്ളാന്റെ മാലാഖമാര് വരില്ല മോളെ നിന്റെ കൂടെ. അള്ളാന്റെ മാലാഖമാരുടെ സങ്കേതം വരില്ല. പിന്നെയോ പിശാചിന്റെ കരവലയത്തില നീ ഉണ്ടാവുക. അതുകൊണ്ട് മനസ്സിലാക്കിക്കോ, തലമറക്കാരെ പുറത്തിറങ്ങാൻ പാടില്ല. അഥവാ നീ തലമറക്കാരെ നിൽക്കേണ്ടി വന്ന അത് നിന്റെ പ്രിയപ്പെട്ടവന്റെ മുമ്പിൽ മാത്രമാണ്, നിന്റെ ഭർത്താവിന്റെ മുമ്പിൽ മാത്രമാണ്. നിങ്ങൾ പരസ്പരം വസ്ത്രങ്ങളാണെന്ന് പറഞ്ഞാൽ നിന്റെ ശരീരഭാഗങ്ങളെ കാണേണ്ടത് നിന്റെ പ്രിയപ്പെട്ടവന് മാത്രമാണ്. നിന്റെ പ്രിയപ്പെട്ടവരെല്ലാരും പുറത്തുള്ള ഒരു ചെറുപ്പക്കാരൻ പോലും അന്യപുരുഷൻ പോലും നിന്റെ ഒരു തലമുടി പോലും കാലം പോലും കാണാ ഒരിക്കലും നീ അനുവദിക്കല്ലേ മോളെ, അനുവദിക്കല്ലേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാൻ, രണ്ടാമത്തെ വിഭാഗത്തിന്റെ രണ്ടാമത്തെ സ്വഭാവം അനുവാദമില്ലാതെ പുറത്തു പോകും. അതുകൊണ്ട് വിശാലമായിട്ട് ഇനി ഔറത്തിനെ പറ്റി ഞാൻ പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് അതിന് ഉസ്താദുമാരൊക്കെ ഉണ്ട്. അൽഹംദുലില്ലാഹ് അവര് നിങ്ങൾക്ക് നല്ലതുപോലെ പഠിപ്പിച്ചു തരും. ഇതെല്ലാം കൂടെ ഒന്ന് പറയാൻ പറ്റൂല. രണ്ടാമത്തെ വിഭാഗത്തിൽ പറഞ്ഞ രണ്ടാമത്തെ ആ സ്വഭാവം അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു അനുവാദമില്ലാതെ പുറത്തു പോകലാണ്. ഇനി സഹോദരിമാരെ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇഷ്ടപ്പെട്ട് വളർത്തിയ ഭർത്താവ്, ആ ഭർത്താവ് പട്ടിണി കിടന്നുകൊണ്ട് വിദേശ രാജ്യത്ത് പാവപ്പെട്ട ഭർത്താവ് മണലാരുണ്യത്തിൽ പണിയെടുത്തിട്ട് ഉറങ്ങാതെ ഒന്നും കഴിക്കാതെ നിന്റെ ഭർത്താവ് ചിന്തിക്കുന്നത് എന്താ? ഇത്രയും നാൾ എന്റെ പ്രിയപ്പെട്ട ഭാര്യ അവളെ 100 രൂപയുടെ സാരിയേക്കാൾ വില കൂടിയ ഒരു സാരി ഉടുത്തിട്ടില്ല, 150 രൂപയുടെ പർദ്ദയേക്കാൾ കൂടിയ ഒരു പർദ്ദ ധരിച്ചിട്ടില്ല. എന്റെ പൊന്നുമക്കള് അവർ എഴുതുന്ന ഒരു സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന പെണ്ണ് കൊണ്ടാണ്, പേന കൊണ്ടാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് നല്ല ഒരു ഗൾഫ് നാടിന്റെ മണമുള്ള ഒരു സാരി വേണ്ടേ, ഗൾഫ് രാജ്യത്ത് നിന്ന് കൊണ്ടുവന്ന ഒരു മഫ്ത വേണ്ടേ. അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടാലും ഉറക്കമൊഴിച്ചാലും ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എന്റെ ഭാര്യ സന്തോഷിക്കട്ടെ, എന്റെ പൊന്നുമക്കള് സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ പാവപ്പെട്ട ഭർത്താവ് വിദേശ രാജ്യത്ത് കാട്ടറബിയുടെ ചാട്ടവാറടിയേറ്റുകൊണ്ട് എന്റെ സഹോദരങ്ങളെ പട്ടിണി കിടന്നുകൊണ്ട് മണലാരുണ്യത്തിൽ പണിയെടുക്കുമ്പോ എന്റെ സഹോദരിമാര് ചിന്തിക്കണേ, ആ ഭർത്താക്കന്മാര് വിയർപ്പിന്റെ മണമുള്ള റിയാലുകള് മാറിയിട്ട് ദീനാറുകള് ദൃഹമുകള് നാട്ടിലേക്ക് അയക്കുമ്പോൾ ഡ്രാഫ്റ്റ് മാറി കൊണ്ടുവന്നിട്ട് അപ്പുറത്തെ കടയിൽ കയറി റീചാർജ് കൂപ്പൺ വാങ്ങിയിട്ട് പാതിരാത്രികളെ പകലുകളാക്കിയിട്ട് അന്യ പുരുഷന്മാരോടൊപ്പം സംസാരിച്ച് സല്ലപിച്ചുകൊണ്ട് സമയം നഷ്ടപ്പെടുത്തുമ്പോൾ നിന്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന മക്കൾ അറിയുന്നില്ല, അതുപോലെ കണ്ണ് കണ്ടുകൂടാത്ത ചെവി കേട്ടുകൂടാത്ത വാപ്പ അറിയുന്നില്ല, നീ ഇത് ചെയ്യുന്നതൊന്നും അറിയുന്നില്ല, പക്ഷേ അല്ലാഹു അറിയുന്നില്ലേ പൊന്നുമോള്. അതുകൊണ്ട് നീ ഫോണിലൂടെ പരിചയപ്പെട്ട കാമുകനോടൊപ്പം നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ തള്ളിക്കളഞ്ഞിട്ട് എങ്ങനെയാണ് പൊന്നുമോളെ നിനക്ക് പോകാൻ കഴിയുക? നിനക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായ, നിനക്ക് വേണ്ടി കഷ്ടപ്പെടും നിന്റെ പ്രിയപ്പെട്ട ഭർത്താവില്ലേ, ആ ഭർത്താവിനെ കളഞ്ഞിട്ട് എങ്ങനാ പോകാൻ മനസ്സ് വരിക? അതുകൊണ്ട് സഹോദരിമാരെ അനുവാദമില്ലാതെ പുറത്തിറങ്ങി നടക്കില്ലേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെടും നിങ്ങള്.